ഈ ധോണി വിരമിക്കും എന്നൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. പക്ഷേ അടുത്ത സീസണിലും ധോണി കാണുമെന്ന് തന്നെയാണ് പറയുന്നത്. എന്താണ്? ധോണിയുടെ വിരമിക്കലിനെ കുറിച്ച് ലേഖനം എഴുതി 2 വർഷത്തോളം ഷെൽഫിൽ വെച്ചവർക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഒടുവിൽ വരുന്ന സൂചനകൾ. കാര്യം അടുത്ത സീസണിലും ധോണി ഉണ്ടാകും, ധോണി അല്ലാതെ മറ്റാര് എന്ന ചിന്തയാണ് CSK മാനേജ്മെൻറ്റിനുള്ളത്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. കാര്യം 5 കിരീടങ്ങൾ നേടിയ ഒരു ടീമായിട്ട് കൂടി അവിടെ ധോണി എന്ന സൂപ്പർ താരത്തിനപ്പുറം ആ ടീമിൽ ആരുമില്ല. ഇപ്പം മുംബൈ ഇന്ത്യൻസ് പ്രബലമായൊരു ടീമാണ്. അവിടെ നോക്കൂ, അവിടെ രോഹിത് ശർമ്മയുണ്ട്, സൂര്യകുമാർ യാദവ് ഉണ്ട്, ബുംറയുണ്ട്, ഹാർദിക് പാണ്ഡ്യയുണ്ട്. അങ്ങനെ സൂപ്പർ താരങ്ങളുടെ ഒരു നിര തന്നെയുണ്ട്. ഇപ്പോൾ ധോണി എന്ന വൻമരത്തിൻ്റെ കീഴിൽ ചെറിയ ചെറിയ മരങ്ങൾ മുളച്ചു വരുന്നതേ ഉള്ളൂ അവിടെ. സത്യം പറഞ്ഞാൽ അത് ഇപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദ് എന്ന് പറയുന്ന ഒരു യുവ നായകൻ അവർക്കുണ്ട്. പക്ഷേ ധോണിയുടെ നിഴലിനപ്പുറം ആ ടീമിന് മുന്നേറാൻ പറ്റുന്നില്ല. ഋതുരാജ് ഗെയ്ക്വാദ് എപ്പോഴും ധോണിയുടെ നിഴലിൽ നിൽക്കുന്ന ഒരു ക്യാപ്റ്റൻ മാത്രമാണ്. തന്ത്രപ്രധാന തീരുമാനങ്ങൾ ഇപ്പോഴും ഗ്രൗണ്ടിൽ എടുക്കുന്നത് ധോണിയാണ്. നേരത്തെ രവീന്ദ്ര ജഡേജയെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് CSK കൊണ്ടുവന്നു, പക്ഷേ അത് പരാജയപ്പെട്ടു. ആ സീസണിലും പകുതിയോടുകൂടി ധോണി ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് ഒരു 1.5 സീസണിൽ ഋതുരാജ് ഗെയ്ക്വാദ് തന്നെയായിരുന്നു CSKയുടെ ക്യാപ്റ്റൻ. പക്ഷേ ഇത്തവണ ഋതുരാജ് ഗെയ്ക്വാദിന് പരിക്ക് പറ്റുകയും വീണ്ടും ക്യാപ്റ്റൻസി ഒരു നിയോഗം പോലെ ധോണിയുടെ കൈകളിൽ എത്തുകയും ചെയ്തു. പക്ഷേ ആ ടീമിന് ഈ സീസണിൽ കടുത്ത നിരാശയാണുണ്ട്. ആദ്യ മത്സരത്തിൽ മുംബൈയെ പരാജയപ്പെടുത്തി വീണ്ടും ഒരു കിരീട പോരാട്ടത്തിലേക്ക് CSK കുതിക്കുന്ന തരത്തിൽ വന്നെങ്കിലും പക്ഷേ ആ പ്രകടനം നിലനിർത്താൻ പറ്റിയില്ല. 12 മത്സരങ്ങൾ ഇതുവരെ പൂർത്തിയാക്കി 3 മാത്രമാണ് ജയിച്ചത്. പോയിന്റ് പട്ടികയിൽ ഏറ്റവും പിന്നിലാണ്. എന്നിട്ട് കൂടി മാനേജ്മെൻറ്റ് ധോണിയെ തന്നെ വിശ്വസിക്കുന്നു. അത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ധോണി എന്ന ഒരു സൂപ്പർ താരം ആ ടീമിന് എത്ര നിർണായകമാണ്. മറ്റ് താരങ്ങളില്ല. ഇത്രയും വലിയൊരു ഇപ്പോഴും ധോണി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആ സ്റ്റേഡിയത്തിലുള്ള ആരവം, അതിൻ്റെ അളവ് തത്സമയ വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവും. ആ ആരവം അത്രക്ക് വലുതാണ്. അപ്പോൾ അത്രക്ക് വലിയൊരു ക്രൗഡ് പുള്ളറെ അവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വേണ്ടെന്ന് വെക്കും എന്ന് കരുതുന്നില്ല. അത് അവരുടെ ബിസിനസ് സ്ട്രാറ്റജി കൂടിയാണ്. ആ ഒരു മറ്റൊന്നുകൂടിയുണ്ട്. ഈ ധോണി എന്ന ആളുടെ കീഴിൽ ആ ടീമിനെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് CSK. ഒരുപാട് യുവതാരങ്ങൾ ഈ സീസണിൽ വന്നു. നേരത്തെ ധോണി യുവതാരങ്ങൾക്കെതിരെ നടത്തിയ ഒരു പരാമർശം ഒരുപാട് വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയിരുന്നു. സ്പാർക്കുള്ള താരങ്ങൾ കുറവാണ് എന്ന തരത്തിൽ വരികയും, എന്നാൽ ആ സീസൺ അവസാനത്തോടുകൂടി ഋതുരാജ് ഗെയ്ക്വാദ് ആ ടീമിലേക്ക് വരികയും പിന്നീട് അയാളുടെ ആ ടീമിൻ്റെ നായക സ്ഥാനത്തേക്ക് ഇവർ എത്തുകയും ചെയ്തിരുന്നു. ഈ സീസണിൽ ഒന്നിലധികം താരങ്ങൾ ആ ടീമിൽ പുതിയ യുവതാരങ്ങളുണ്ട്. ഒന്ന് ആയുഷ് മഹാത്രെ, ഷെയ്ഖ് റഷീദ്, ഉർവിൽ പട്ടേൽ. ഇതെല്ലാം അൺക്യാപ്ഡ് പ്ലെയേഴ്സാണ്. നമ്മുടെ പ്രാദേശിക ടൂർണമെൻറ്റുകളിൽ കളിച്ച് വന്ന കഴിവ് തെളിയിച്ച യുവതാരങ്ങളാണ്. അങ്ങനെ വലിയൊരു യുവനിര. അതോടൊപ്പം തന്നെ മധ്യനിര അവർക്കൊരു തലവേദനയായിരുന്നു. അവിടെ ഡിവാൾ ബ്രീവിസ് എന്ന് പറയുന്ന പുതിയ ഒരു യുവതാരം വന്നിരിക്കുന്നു. അങ്ങനെ അടുത്ത സീസണിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവർ ഇത്തവണ നടത്തിയിരിക്കുന്നു. എങ്കിൽ എന്തുകൊണ്ട് ധോണി അടുത്ത സീസണിലും ആയിക്കൂടാ എന്നൊരു ചിന്തയായിരിക്കാം CSK നയിക്കുന്നത്. പക്ഷേ ഒരു അപ്ഡേഷനും കൂടി അതുണ്ട്. ഒരു പക്ഷേ അടുത്ത സീസണിൽ ധോണി ഉണ്ടെങ്കിൽ തന്നെ ക്യാപ്റ്റൻ സ്ഥാനത്ത് ധോണി ഉണ്ടാകില്ല. ഋതുരാജ് ഗെയ്ക്വാദ് തന്നെ ആകാനാണ് സാധ്യത എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ധോണിയുടെ ഫോം പരിശോധിച്ചാലും നമുക്കറിയാം പല ക്രിക്കറ്റ് താരങ്ങളും ഏകദേശം ഒരു 35 വയസ്സ് 40-നുള്ളിൽ. റോബിൻ സിംഗ് ഒക്കെയാണ് കുറച്ച് കൂടുതലായിട്ട് നിന്നിട്ടുള്ളത്. ഇവരുടെ ധോണിയുടെ ഈ പ്രായവും പെർഫോമൻസും എങ്ങനെ വിലയിരുത്താൻ കഴിയും? എനിക്കിപ്പോൾ 41 വയസ്സ് പ്രായമുണ്ട്. നമ്മളൊക്കെ കണ്ടം ക്രിക്കറ്റ് കളിച്ച് നടന്ന ഒരു പ്രായം. അങ്ങനെ വളർന്നു വന്നവരാണ്. ഞാൻ ഏതാണ്ട് 16-17 വയസ്സുള്ളപ്പോൾ തന്നെ അത് മതിയാക്കിയ. എന്നെ കൊണ്ട് ഇപ്പോൾ ഒരു 100 മീറ്റർ അധിക വേഗത്തിൽ ഓടാനൊന്നും സാധിക്കില്ല. എന്നേക്കാൾ 2 വയസ്സ് മൂത്തയാളാണ് ധോണി. അയാൾ കഴിഞ്ഞ 2 സീസണിലേക്കാൾ നല്ല ആരോഗ്യസ്ഥിതിയിലാണ് ഇപ്പോഴുള്ളതെന്നാണ് മൊത്തത്തിലുള്ള നിരീക്ഷണങ്ങൾ വരുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കരിയർ സ്ട്രൈക്ക് റേറ്റ് 137.63. എന്നാൽ ഈ സീസണിൽ ആ സ്ട്രൈക്ക് റേറ്റ് 140-ന് മുകളിലാണ്. ഏതാണ്ട് 12 മത്സരങ്ങളിൽ നിന്ന് 180 റൺസേ അദ്ദേഹം നേടിയിട്ടുള്ളൂ എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ചില മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മെല്ലെപ്പോക്ക് മത്സരത്തിൻ്റെ ഗതിയെ തന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കൂടി ഇത്രയും നല്ലൊരു സ്ട്രൈക്ക് റേറ്റ് ഈ സീസണിലുണ്ട്. അത് നിസ്സാരമായി തള്ളിക്കളയാനൊക്കില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം നമ്മൾ പരിഗണിക്കണം. 43 വയസ്സുള്ള ഒരാൾ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെക്കാൾ ജൂനിയർ ആയിട്ടുള്ള കളിക്കാർ ഇപ്പോൾ ലെജൻഡ്സ് ക്രിക്കറ്റൊക്കെ കളിച്ച് നടക്കുന്നു. ആ സമയത്ത് ഒരു IPL പോലെ ലോക രാജ്യങ്ങൾ മൊത്തം ഉറ്റുനോക്കുന്ന ഒരു IPL പോലെ ഒരു കളിയിൽ ഇത്രയും നല്ലൊരു പ്രകടനം അദ്ദേഹം കാഴ്ചവെക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിന് പരിക്കുണ്ട്. അത് അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പ്രകടനമൊക്കെ നടത്തുന്നത്. എന്നാൽ വിക്കറ്റ് കീപ്പിങ്ങിനെ അത് ബാധിക്കുന്നില്ല. ബാറ്റിങ്ങിൽ മാത്രമാണ് ഒരു ദൗർബല്യമുള്ളത്.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പരിക്കിൻ്റെ അലോസരങ്ങൾ ഉള്ളപ്പോൾ ബാറ്റിംഗ് ഓർഡറിൽ മുൻപോട്ടോ പുറകോട്ടോ ഒക്കെ മാറുന്ന ഒരു നമ്പർ 9ാമത്തെ ബാറ്റ്സ്മാനായിട്ട് പോലും ധോണി ബാറ്റ് ചെയ്തൊരു ചരിത്രം കൂടി ഈ സീസണിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ടീമിനോടുള്ള ഒരു അർപ്പണബോധമാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അത് മാനേജ്മെന്റ് ആ അർത്ഥത്തിൽ തന്നെ ധോണിയെ വിലയിരുത്തുന്നു വേണം ചിന്തിക്കാൻ. അതായത് നമുക്ക് ഇന്ത്യൻ ടീം ആദ്യഘട്ടത്തിൽ പരിശോധിച്ചാൽ മുഹമ്മദ് അസറുദ്ദീൻ്റെ ടീം ഉള്ള സമയത്ത് നമുക്കറിയാം ആദ്യം ഒരു 3-4 പേര് സച്ചിനും ഗാംഗുലിയും അസറുദ്ദീനും ജഡേജയും ഒക്കെ അടങ്ങുന്ന ഒരു ബാറ്റ്സ്മാൻമാരാണ്. അവർക്ക് ബൗളിംഗ് ഒട്ടും വശമല്ലാത്തവർ. അതോടൊപ്പം തന്നെ ബൗളർമാർ ഇപ്പോൾ ശ്രീനാഥും വെങ്കടേഷ് പ്രസാദും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ബൗളിംഗ് മാത്രമേ അറിയൂ, ബാറ്റിംഗ് അവർക്ക് ഒട്ടും അറിയില്ല. അതുപോലെ നയൻ മോംഗ്യ എന്ന് പറഞ്ഞ ഒരു വിക്കറ്റ് കീപ്പറായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനും ഇതുപോലെ ഈ ബാറ്റിംഗ് ഒന്നും വലിയ വശമില്ല, കീപ്പിങ്ങിന് വേണ്ടി മാത്രം എന്ന് പറയാം. പക്ഷേ ധോണിയെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സമയം ഈ കീപ്പ് ചെയ്യുകയും അതിനുശേഷം പിന്നെ വന്ന് ബാറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ശാരീരിക ക്ഷമത ഭയങ്കരമാണ്. അത് എങ്ങനെ വിലയിരുത്താൻ കഴിയും അതിനെ? ഇക്കാര്യത്തിൽ സൗരവ് ഗാംഗുലിയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഇക്കാര്യത്തിൽ പ്രസക്തമാണ്. കാരണം ഗാംഗുലിയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ ഒരു ലോകകപ്പ് ഫൈനൽ കളിച്ചു. ആ ഫൈനലിൽ ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടു. കാര്യം ഓസ്ട്രേലിയ വലിയൊരു ടാർഗറ്റ് കൊണ്ടുവന്നു. അന്ന് ഒരു അറ്റാക്കിംഗ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഇന്ത്യക്ക് ഇല്ലായിരുന്നു. രാഹുൽ ദ്രാവിഡിനെ വിക്കറ്റ് കീപ്പറുടെ വേഷം കെട്ടിച്ചാണ് നമ്മൾ ഇറക്കിയത്. അതൊരു വലിയ ന്യൂനതയായിട്ട് കാണുകയും അങ്ങനെ ഗാംഗുലിയുടെ നിർദ്ദേശാനുസരണമാണ് ഒരു അറ്റാക്കിംഗ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ, പ്രോപ്പർ ബാറ്റ്സ്മാൻ വേണം എന്നുള്ള ചിന്ത വന്നു. അതിൻ്റെ ഒരു അനന്തരഫലമാണ് ധോണി. ആ ധോണിക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രൊമോഷൻ കൊടുത്ത്, അതായത് അതിനു മുമ്പുള്ള മത്സരങ്ങളിലെല്ലാം പരാജയപ്പെടുകയും പ്രൊമോഷൻ കൊടുത്ത് നമ്പർ 3ാമത് ബാറ്റ്സ്മാനായിട്ട് ഇറങ്ങാനും അവസരം കിട്ടിയതോടുകൂടിയാണ് ഈ രാശി അങ്ങ് മാറുന്നത്. അതായത് ധോണിക്ക് മുൻപും ധോണിക്ക് ശേഷം എന്നൊരു കമ്പാരിസൺ പോലും അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ സാധിച്ചു. പിന്നീടാണ് നമ്മൾ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരുടെ വലിയൊരു നിര, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ബാറ്റ്സ്മാൻമാർ വിക്കറ്റ് കീപ്പർ, നമ്മുടെ സഞ്ജു സാംസണെ പോലും ആ രീതിയിലാണ് പരിഗണിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ പ്രചരിക്കുന്നത് ഒരു പക്ഷേ CSKയില് ധോണി മാറിക്കഴിഞ്ഞാൽ സഞ്ജു രാജസ്ഥാൻ വിട്ട് CSKയിലോട്ട് വരും എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്കത് തോന്നുന്നില്ല. കാര്യം രാജസ്ഥാൻ സഞ്ജുവിനെ പോലൊരു താരത്തെ പെട്ടെന്ന് അങ്ങ് വിട്ടുകളയുമെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ധോണിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ പ്രസക്തമായി നിൽപ്പുണ്ട് CSK സംബന്ധിച്ചിടത്തോളം. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഈ വിക്കറ്റ് കീപ്പർ കം ബാറ്റ്സ്മാൻ, അതായത് നന്നായി ബാറ്റ് ചെയ്യുന്ന ഒരു വിക്കറ്റ് കീപ്പർക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ക്രിക്കറ്റിൽ. കാരണം ഇത് രണ്ടും കൂടെ ഒത്തു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ വലിയ അന്നത്തെ ആ സംഭവം, അന്ന് രാഹുൽ ദ്രാവിഡ് അന്ന് വിക്കറ്റ് കീപ്പറായ സമയത്ത് ഇന്ത്യക്ക് വലിയ ദയനീയ പരാജയം ഉണ്ടായപ്പോൾ ഉരുത്തിരിഞ്ഞൊരാശ, അത് മറ്റ് രാജ്യങ്ങൾ പോലും അത് ഫോളോ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. അത് ഈ ഏകദിന ക്രിക്കറ്റ്, അന്നത്തെ കാലത്തെ ഏകദിന ക്രിക്കറ്റ് ആയിരുന്നല്ലോ. അന്നും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാർ ഉണ്ടായിരുന്നു. പക്ഷേ ഏകദിന ശൈലിയോട് കിടപിടിക്കുന്ന തരത്തിൽ ബാറ്റ് ചെയ്യുന്ന അന്ന് ആഡം ഗിൽക്രിസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ആൻഡി ഫ്ലവർ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ്. അതിനുശേഷം ധോണിയോടൊപ്പം തന്നെ കുമാർ സംഗക്കാരെയും ഒരു പ്രോപ്പർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. പക്ഷെ ഇന്ന് അവരെ ഒരു ഓൾറൗണ്ടർ എന്ന നിലയിലാണ് പരിഗണിക്കുന്നത്. ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് വരുന്നയാള് ആ ടീമിന്റെ ബാലൻസിനെ എത്രത്തോളം ബാധിക്കുന്നു, അയാൾ ഒരു മാച്ച് വിന്നർ ആകുന്നു. ചിലപ്പോൾ വിക്കറ്റ് കീപ്പർ, അതായത് ഒരു ഇന്നിങ്സ് 50 ഓവറും ഫീൽഡിൽ വിക്കറ്റ് കീപ്പ് ചെയ്ത ഒരു വിക്കറ്റ് കീപ്പർ ആയിരിക്കും ചില ടീമുകളിൽ ഓപ്പണറായിട്ട് വരും. ആഡം ഗിൽക്രിസ്റ്റ് ഒക്കെ അങ്ങനെ. അപ്പൊ അത്തരത്തിൽ ഒരു വിക്കറ്റ് കീപ്പർ എന്നൊരു സ്പെഷ്യലൈസേഷൻ അങ്ങ് മാറി. ഇപ്പൊ ധോണിയുടെ കാലഘട്ടത്തിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന് ധോണിയോട് കൂടി ഇപ്പോൾ ഒരു വിക്കറ്റിന് പിന്നിൽ ഗ്ലൗസ് വിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളെന്നതിന് ഉപരി ഒരു മാച്ച് വിന്നർ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് ബാറ്റ്സ്മാൻ എന്ന നിലയിൽ വന്നിട്ടുണ്ട്. അതിൽ അങ്ങനെ ഒരു പരിഗണന കൊണ്ടുവരുന്നതിൽ ധോണി വഹിച്ച പങ്ക് നിസ്സംശയം നമുക്ക് പറയാം. ധോണി എന്ന് പറയുന്നയാൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ കൊണ്ടുവന്നിരുന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിൽ അതാണ്. കാരണം ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ പോലും ഒരു വിക്കറ്റ് കീപ്പറെ പരിഗണിച്ചുകൂടെ? കാരണം ഈ ഓരോ പന്തും വരുന്നതും നോക്കുന്ന, അതിൻ്റെ ദിശയെല്ലാം നിശ്ചയിക്കുന്ന, അതിൻ്റെ എല്ലാം കൃത്യമായി കാണുന്ന ഒരാൾ വിക്കറ്റ് കീപ്പറാണ്. അതുകൊണ്ട് തന്നെ ബോളർമാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഒരു വിക്കറ്റ് കീപ്പർക്ക് സാധിക്കും. ഒരു പക്ഷേ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയിലും നിർണായകമാകുന്ന അതാണ്. ചില നല്ല തീരുമാനങ്ങൾ സഞ്ജുവിനെ എടുക്കാൻ സഹായിക്കുന്നത് ഈ പന്തിന്റെ ഓരോന്നിന്റെയും മൂവ്മെന്റ് വിക്കറ്റിന് പിന്നിൽ നിന്നുകൊണ്ട് ഒരു വിക്കറ്റ് കീപ്പർക്ക് കൃത്യമായി മനസ്സിലാവും. അതൊരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു ക്യാപ്റ്റന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചെന്നൈയുടെ ക്യാപ്റ്റൻസിയിൽ ഋതുരാജ് ഗെയ്ക്വാദ് പരാജയപ്പെടുന്നു എന്നതിന്റെ കാരണമായിട്ട് പലരും ചൂണ്ടിക്കാണിക്കുന്നത് തീരുമാനങ്ങൾ ഇപ്പോഴും ധോണി തന്നെ എടുക്കും. കാരണം ഇതാണ് അതിന്റെ കാരണം, എല്ലാം കൃത്യമായി അയാൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇപ്പോഴും
ഒരു പക്ഷേ അടുത്ത സീസണിൽ ഋതുരാജ് ഗെയ്ക്വാദ് വരുമോ ഇല്ല, കാര്യം അദ്ദേഹം പരിക്കുകൊണ്ട് പിന്മാറിയാണ്. ചിലപ്പോൾ അടുത്ത സീസണിൽ ഒരു പക്ഷേ ധോണി തന്നെ ആയിരിക്കാം CSKയുടെ ക്യാപ്റ്റൻ. ഏതായാലും കാത്തിരുന്ന് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.